നമസ്കാരം. നമുക്കിന്ന് അംഗനവാടികളെ കുറിച്ച് സംസാരിക്കാം. കേരളത്തിലെ അംഗനവാടികളെല്ലാം തന്നെ ഇന്ന് സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആദ്യമായിട്ട് അംഗനവാടികൾക്ക് വേണ്ടുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥലവും അതിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടിടവും എന്നതാണ്. കെട്ടിടം മാത്രം മതിയോ? അതിൽ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ അംഗനവാടി ALMC ഗ്രൂപ്പുകളുടെയും ഉത്തരവാദിത്തങ്ങളായിട്ട് തന്നെ മാറുന്നു. സർക്കാർ ചില നിബന്ധനകൾ ഈ അംഗനവാടികൾക്ക് മേൽ പ്രയോഗിക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിന് കീഴിൽ വരുന്നുണ്ട്. ഒരു കെട്ടിടവും സ്ഥലവും മാത്രം പോരാ. നമുക്ക് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനുള്ള മേശ മുതൽ കസേര അതുപോലുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ കെട്ടിടത്തിന് അകത്ത് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ചൈൽഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ. മുതിർന്നവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ അംഗനവാടികളിലും ചൈൽഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ സർക്കാർ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിഗണിക്കുന്നതിന് വേണ്ടി റാമ്പുകൾ നിർമ്മിക്കുക എന്നുള്ളതും ഈ ഗണത്തിൽ പെടുന്നവയാണ്. സോഷ്യൽ മീഡിയ വഴി വൈറലായ ഒരു കുഞ്ഞു കുട്ടിയുടെ ആഗ്രഹപ്രകാരം ബിരിയാണി കൊടുത്ത നാടാണല്ലോ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായ മെനു അത് പാലിച്ചു വേണം കുട്ടികൾക്ക് ഭക്ഷണം ഈ അംഗനവാടികളിൽ കൊടുക്കാൻ. എന്നാൽ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം ഒത്തുകൂടിയിട്ട് ഒരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച അംഗനവാടി എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകാത്ത അംഗനവാടികളും നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലൊരു അംഗനവാടിയെ പരിചയപ്പെടുത്തുന്നതിനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ കാലടി ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 35-ാം നമ്പർ അംഗനവാടി ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു വാടക കെട്ടിടത്തിലാണ് ഇന്ന് ആ അംഗനവാടി പ്രവർത്തിക്കുന്നത്. ഈ അംഗനവാടിയിലേക്ക് പോകേണ്ടുന്ന വഴിയോ അതിലും കോമഡിയാണ്. കൃത്യമായിട്ടുള്ള വഴി ഏത് ആണെന്ന് പോലും അറിയാത്ത അച്ഛനമ്മമാരാണ് കുട്ടികളെയും കൊണ്ട് ഈ അംഗനവാടിയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടെന്നാൽ അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് ഇന്നത് പ്രവർത്തിക്കുന്നത്. ഒരു വാടക കെട്ടിടത്തിൽ ഇത്തരമൊരു അംഗനവാടി പ്രവർത്തിപ്പിക്കുമ്പോൾ ആ അംഗനവാടി ടീച്ചർക്കുണ്ടാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് ശമ്പളം ലഭിക്കുന്ന അവർ 1-ാം തീയതി തന്നെ അതിൻ്റെ വാടക കൊടുക്കുന്നത് അവരുടെ ശമ്പളത്തിൽ നിന്നായിരിക്കും. പിന്നീട് ടീച്ചർ അത് തിരികെ വയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധ്യമായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലല്ല, ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് നിർമ്മിക്കാനോ ഒരു റാമ്പ് പണിയുവാനോ സാധിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് ഈ അംഗനവാടി ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അധികാരികൾ അതിനു വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ മിണ്ടാതിരിക്കേണ്ടത്? ഇത്തരത്തിൽ ഈ അംഗനവാടി വർഷങ്ങളായി ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അധികാരികൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കാത്തത്? നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള ഈ കുഞ്ഞുമക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാമാന്യ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ട് ഭരണസമിതി ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കുമെന്ന് പ്രത്യാശിക്കുന്നു.